വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്ക രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 22 39 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. ഗെത്സെമനിയിൽ പ്രാർത്ഥിക്കുന്നു. അവൻ പുറത്തു വന്ന് പതിവ് പോലെ ഒലീവ് മലയിലേക്ക് പോയി. ശിഷ്യന്മാരും അവനെ പിന്തുടർന്നു. അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ വീണു പ്രാർത്ഥിച്ചു. പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. എങ്കിലും എന്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീഷ്ണമായി പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ വ്യസനം നിമിത്തം തളർന്ന് ഉറങ്ങുന്നത് കണ്ടു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ഗെത്സമീൻ തോട്ടത്തിലെ പ്രാർത്ഥനാവേളയിലെ യേശു ശിഷ്യന്മാരെ സജ്ജമാക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷം അവിടെ നിന്ന് നേരെ പോയത് ഗെത്സമീൻ തോട്ടത്തിലേക്കായിരുന്നു. തന്റെ ആത്മാവിൽ തിങ്ങിക്കൂടിയിരുന്ന സംഘർഷഭരിതമായ വികാരങ്ങൾ തന്റെ പിതാവുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയായിരിക്കണം യേശു ഗെത്സമീൻ തോട്ടത്തിലേക്ക് പോയത്. തോട്ടത്തിൽ പ്രവേശിച്ച് ഒരു സ്ഥലം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ശിഷ്യന്മാരോടായിട്ട് അവിടുന്ന് പറയുന്നു, നിങ്ങൾ ഇവിടെ ഇരുന്ന് പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുവിൻ. അല്പമകലെ ഞാൻ അവിടെ പ്രാർത്ഥനാനിരതനായി കഴിയുന്നുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് യേശു മുന്നിലേക്ക് പോയി മുട്ടിന്മേൽ വീണുകൊണ്ട് തീക്ഷ്ണമായ രീതിയിൽ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അന്തരാത്മാവിൽ ഉരുണ്ടുകൂടിയിരുന്ന സംഘർഷവും ആ സംഘർഷത്തിന്റെ ആധിക്യത്താൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ യേശുവിലുണ്ടായിരുന്ന മാനുഷികത, ആ മാനുഷികതയുടെ ബലഹീനത ശക്തിപ്പെടുന്ന നിമിഷമാണോ എന്ന് തോന്നത്തക്ക വിധത്തിൽ യേശു പിതാവിനോടായിട്ട് പറയുന്നു, പിതാവേ, കഴിയുമെങ്കിൽ ഈ മണിക്കൂർ എന്നിൽ നിന്ന് മാറ്റിത്തരണമേ. ഈ യാതനകളും ഈ പീഡനങ്ങളും എന്നെ നോക്കി പാർത്തിരിക്കുന്ന കുരിശുമരണവും ഒക്കെ എന്നിൽ നിന്ന് മാറ്റിത്തരണമേ എന്നാണ് പിതാവിനോട് അപേക്ഷിക്കുന്നത്. എന്നാൽ നിമിഷനേരം കൊണ്ട് യേശു ബലഹീനമായ മനുഷ്യപ്രകൃതിയെ അതിജീവിച്ചുകൊണ്ട് തന്നിലുള്ള ദൈവികത വിജയം പ്രാപിക്കുന്നതായിട്ടാണ് നാം കാണുക. തുടർന്ന് യേശു പറയുന്നു, എന്റെ ഇഷ്ടമല്ല സംഭവിക്കേണ്ടത്, അങ്ങയുടെ ഇഷ്ടമാണ് നിറവേറേണ്ടത്. അത് നിറവേറ്റാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തു തന്നെ വന്നാലും ഇതാ അങ്ങയുടെ ഇഷ്ടം നിറവേറ്റാൻ ഈ പുത്രൻ തയ്യാറായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശു വീണ്ടും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന വേളയിൽ യേശുവിന്റെ ആത്മീയ സംഘട്ടനത്തിന്റെ ആധിക്യം വെളിവാക്കുന്ന രീതിയിൽ യേശുവിന്റെ ശരീരത്തിൽ അനുഭവപ്പെട്ട വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായിട്ട് നിലംപതിച്ചു എന്നാണ് സമാന്തര സുവിശേഷങ്ങളിൽ എല്ലാവരും തന്നെ പ്രതിപാദിച്ചു കാണുന്നത്. ഹെമറ്റോട്രോസിസ് എന്ന് പറയുന്ന ഒരു അപൂർവ ശാരീരിക പ്രതിഭാസമാണ് വൈദ്യശാസ്ത്രത്തിൽ. ഇത് വളരെ അപൂർവമായിട്ട് സംഘർഷത്തിന്റെ ഫലമായിട്ട് ശരീരത്തിൽ പ്രത്യക്ഷപ്പെടാവുന്ന ഒരു പ്രതിഭാസമായിട്ടാണ് അതിനെ ഇന്ന് വൈദ്യശാസ്ത്രം അംഗീകരിക്കുന്നത്. യേശുവിന്റെ വേദനയും യേശുവിന്റെ സഹനാത്മകമായ ആ അനുഭവത്തെയും നമ്മുടെ മുമ്പിലേക്ക് അത് വളരെ സജീവമായ രീതിയിൽ കൊണ്ടുവരുന്നുണ്ട്. ഈ അവസരത്തിലാണ് ലൂക്കാ പ്രത്യേകം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്, പിതാവ് തന്റെ പുത്രനെ സ്വാന്തനപ്പെടുത്താനും ശക്തിപ്പെടുത്താനുമായിട്ട് ഒരു ദൂതനെ സ്വർഗത്തിൽ നിന്ന് അയക്കുന്നു എന്ന്. യേശു എല്ലാ വിധത്തിലും സജ്ജമായിക്കൊണ്ട് ഒരു പുതിയ തീരുമാനം എടുത്തുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. ശിഷ്യന്മാരുടെ പക്കലേക്ക് തിരികെ വന്ന് നോക്കുന്നു. അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും തന്നെ പ്രാർത്ഥനാനിരതമായി കാണുന്നതിന് പകരം അവർ തളർന്ന് ഉറങ്ങുകയായിരുന്നു. യേശു
യാഥാർത്ഥ്യബോധത്തോടുകൂടി അവരോട് സംസാരിക്കുന്നു. മക്കളെ, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് സംസാരിക്കുന്ന യേശുവിനെയാണ് ലൂക്കാ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിന്റെ വിവരണത്തിനേക്കാൾ വിശദമായിട്ടുള്ള ചില വിവരണങ്ങളാണ് സമാന്തര സുവിശേഷകന്മാരായ മത്തായിയുടെയും മർക്കോസിന്റെയും സുവിശേഷത്തിൽ നാം വായിക്കാൻ ഇടവരുന്നത് എന്നുള്ളതും നാം ഇത്തരുണത്തിൽ സ്മരിക്കുന്നത് നല്ലതാണ്.